നയാഗര വെള്ളച്ചാട്ടം കണ്ടുണ്ടോ? ഞാനും കണ്ടിട്ടില്ല. നയാഗര വെള്ളച്ചാട്ടത്തിന്റെ മുകളിൽ കൂടെ ഒരു കമ്പി കെട്ടിയിട്ട് ഒരാള് സൈക്കിൾ അഭ്യാസം കാണിക്കുകയാണ്. അപ്പൊ ആളുകളൊക്കെ പറഞ്ഞു, എൻ്റെ പൊന്നു മനുഷ്യൻ, നിങ്ങൾ എന്ത് പരിപാടി ചെയ്യണേ? താഴെ പോയാൽ അനുസ്പ്രയുടെ പരസ്യം പോലെ ആയിരിക്കും, ഒരു പൊടി പോലും ഉണ്ടാവില്ല കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ആളുകളൊക്കെ ഇങ്ങനെ ആളെ നിരുത്സാഹപ്പെടുത്തിയെങ്കിലും ആള് ഈ ചരടിന്റെ ഈ കമ്പിയുടെ മുകളിൽ കൂടെ ആള് സൈക്കിൾ ഓടിക്കുക. സൈക്കിൾ ഓടിച്ചപ്പോ ആൾക്കാരിങ്ങനെ നെഞ്ചത്ത് കൈയടക്കിയിട്ടിരിക്കണേ. കാരണം ഇദ്ദേഹം അങ്ങനെ ഒരു വട്ടം പോയി തിരിച്ചു വന്നപ്പോ ആളുകളൊക്കെ കൈയടിച്ചു. ഓ കൊള്ളാം, നല്ല കഴിവുണ്ട് കേട്ടോ, നല്ല സാഹസമാണെന്ന് പറഞ്ഞുകൊണ്ട് കൈയടിച്ചു. കൈയടിച്ച വഴി ആൾക്കൊരു ഉത്സാഹം കൂടെ തോന്നി. എന്നാ ഒരു വട്ടം കൂടെ പോവാന്ന് പറഞ്ഞു. ഇങ്ങനെ ഗ്യാലറിയിൽ ഇത് കൈയടിക്കുമ്പോൾ നമുക്കൊരു പ്രോത്സാഹനം ഉണ്ടല്ലോ. അപ്പൊ ആള് പറഞ്ഞു, ഞാൻ ഒരു വട്ടം കൂടെ പോവാണ്, എന്റെ പിന്നിലിരിക്കാൻ ധൈര്യമുള്ളവർ വരാൻ പറഞ്ഞു. അപ്പൊ എല്ലാവരും മാറി. പക്ഷെ ഒരു കൊച്ചു പയ്യൻ ഈ സൈക്കിളിന്റെ പിന്നിൽ പിടച്ചു കയറിയിരുന്നു. അപ്പൊ ആളുകൾ പറഞ്ഞു, എൻ്റെ പൊന്നും മോനെ, അയാൾക്ക് നട്ടപ്പരാന്ത, അല്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യൻ ചെയ്യണ പരിപാടിയാണോ? ഇതിന്റെ മോളിൽ കൂടെ സൈക്കിളില് യാത്ര ചെയ്യോ? അപ്പൊ അങ്ങനെ ആകെ ഈ കൊച്ചിതിന്റെ പിന്നിൽ കയറിയിരുന്ന് ഇദ്ദേഹം ഒരു വട്ടം കൂടെ പോയി അപ്പുറത്ത് പോയി തിരിച്ചു വന്നു. ആളുകൾ ചെന്ന് ഈ കൊച്ചിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കണു. നീ എന്ത് പരിപാടി കാണിച്ചേ? നിന്റെ ജീവിതം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, നീ എന്തിനാ അങ്ങനെ ഒരാൾ പറഞ്ഞത് കേട്ട് അങ്ങനെ ചെയ്തത്? എന്തിനാ? നിനക്ക് വല്ല പരിചയമുണ്ടോ ഇദ്ദേഹത്തെ? അപ്പൊ പറഞ്ഞു, പിന്നെ പരിചയമുണ്ട്. ആരാ? അതെന്റെ അപ്പനാ. എന്റെ അപ്പൻ ഓടിച്ച സൈക്കിളിന്റെ പിന്നിലിരുന്ന് യാത്ര ചെയ്യണമെങ്കിൽ ഞാൻ എന്തിനു പേടിക്കണം അല്ലേ? എന്റെ അപ്പൻ ഓടിച്ച സൈക്കിളിന്റെ പിന്നിലിരുന്ന് യാത്ര ചെയ്യാൻ ഞാൻ പേടിക്കേണ്ട ആവശ്യമില്ല. കണ്ടോ, ഇന്നും നമ്മളെല്ലാവരും ദൈവത്തിന്റെ സംരക്ഷണ വലയിലാണ്. നമ്മൾ ഒന്നിനെ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ശ്രദ്ധ മാറിപ്പോണത് കൊണ്ടാണ് നമുക്ക് ഈ പേടി ഉണ്ടാവണേ. ഇപ്പൊ കൊതുകിന്റെ ശ്രദ്ധ എവിടേക്കാ? കൊതുകിന്റെ ശ്രദ്ധ മനുഷ്യന്റെ ചോരയിലേക്കാണ് അല്ലേ? സിംഹത്തിന്റെ ശ്രദ്ധ എവിടേക്കാ? അതിന്റെ ഇരയിലേക്കാണ്. കഴുകന്റെ ശ്രദ്ധയോ ശവത്തിലേക്കാണ്. ക്രിസ്ത്യാനിയുടെ ശ്രദ്ധ എവിടേക്കായിരിക്കണം? ക്രിസ്ത്യാനിയുടെ ശ്രദ്ധ അല്ലേ ദൈവത്തിലേക്കായിരിക്കണം, ക്രിസ്തുവിലേക്കായിരിക്കണം. അതുകൊണ്ടാണ് 34-ാം സങ്കീർത്തനം 5-ാം വാക്യം പറഞ്ഞു, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. അപ്പൊ നമ്മുടെ ശ്രദ്ധ ദൈവത്തിലേക്കായിരിക്കണം. നിങ്ങൾ പ്രൈവറ്റ് ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ടോ? പ്രൈവറ്റ് ബസ്സിൽ യാത്ര ചെയ്യുമ്പോ ആ ഡോറിന്റെ അടുത്തൊരു ക്ലീനർ ഉണ്ട്. അപ്പൊ ആള് പറയും, ചേട്ടാ ചേച്ചി ആ വണ്ടി കയറുമ്പോ മുകളിലത്തെ കമ്പിയിൽ പിടിച്ചു നിൽക്കണം കേട്ടോ. നമ്മൾ എന്ത് ചെയ്യും? പരിചയക്കാരെ കാണുമ്പോ സൈഡിലെ സീറ്റിന്റെ ആ കമ്പിയിൽ നമ്മൾ പിടിച്ചു വെക്കും. അപ്പൊ അങ്ങനെ നമ്മളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞുകൊണ്ട് സൈഡിലത്തെ ആ കമ്പിയിൽ, സീറ്റിന്റെ കമ്പിയിൽ പിടിച്ച് യാത്ര ചെയ്യുമ്പോഴാണ് തൊട്ടു മുന്നിൽ കൂടെ ഒരു ബൈക്കുകാരൻ ക്രോസ് ചെയ്യുമ്പോ ഡ്രൈവർ എന്ത് ചെയ്യും? ബ്രേക്ക് പിടിക്കും. അപ്പൊ സൈഡിലത്തെ കമ്പിയിൽ പിടിച്ചവരൊക്കെ എവിടേക്ക് പോകും? ഷൂ എന്നും പറഞ്ഞ് മുന്നോട്ട് പോകും. പക്ഷെ മുകളിലത്തെ കമ്പിയിൽ പിടിക്കണവര് ഇതെവിടുന്നും അവിടെ നിൽക്കും. കണ്ടോ, നമ്മുടെ പിടുത്തം മുകളിലായിരിക്കണം പ്രിയപ്പെട്ടവരെ. അങ്ങനെ പിടിക്കുന്നവർക്ക് യാതൊന്നിനും കുറവുണ്ടാവില്ല. നമ്മൾ ഈ സൈഡിൽ പിടിക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവണത്. അതായത് നമുക്ക് നിരാശ വരുന്നു, നമുക്ക് പലവിധമായ മറ്റ് കർത്താവിൽ ആശ്രയിക്കുമ്പോഴാണ് നമുക്ക് കഴുകന്മാരെ പോലെ ചിറകടിച്ചു വീരുള്ളൂ. ഇവിടെയാണ് എന്റെയും നിങ്ങളുടെയും ശ്രദ്ധ എവിടെയാണെന്ന് പരിശോധിക്കപ്പെടേണ്ടത്. ഇവിടെയാണ് നമ്മുടെ വിശ്വാസം പരിശോധിക്കപ്പെടേണ്ടത്. നമ്മൾ ഈ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്ന്. ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ അറിഞ്ഞു, അമ്മയുടെ ഉദരത്തിൽ വെച്ച് നിന്നെ ശുദ്ധീകരിച്ചിരിക്കുന്നു. 29-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം, യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിന്നെ കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്,
അത് നിന്റെ നാശത്തിനുള്ളതല്ല, നിന്റെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും തരുന്ന പദ്ധതിയാണ്. നമ്മൾ ഈ 2025 ഈ മെയ് മാസം ഇന്ന് എത്രാം തീയതിയാ? ഇന്ന് 30-ാം തീയതി നമ്മളെ കൊണ്ടുവന്നത് കൊണ്ട് ദൈവത്തിനൊരു പദ്ധതി ഉണ്ട്. അല്ലെങ്കിൽ പണ്ട് നമ്മൾ വേറെ സ്ഥലത്ത് പോയി കിടക്കേണ്ട ടീമുകളാ. എന്നാ ആ പോയി കിടക്കുന്ന ആൾക്കാർ കുറവുള്ളവരാണോ? നമ്മളെക്കാളും നല്ല ആൾക്കാരാ. നമ്മളിലൂടെ ദൈവത്തിന് എന്തോ പ്രവർത്തിക്കാനുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ദൈവത്തിന്റെ ഇഷ്ടമാണ് നമ്മൾ നിറവേറ്റപ്പെടേണ്ടത്, അല്ലേ? പരിശുദ്ധ ദൈവമാതാവ് പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ, അല്ലേ? കർത്താവിലേക്ക് നോക്കി അമ്മ, കണ്ടോ? അവസാന നിമിഷം വരെ നോക്കി. ഇത് തന്നെയാണ് യേശു തമ്പുരാനും ചെയ്യണത്. പിതാവേ, എൻ്റെ ഇഷ്ടമല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറപ്പെടട്ടെ, അല്ലേ? അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു തമ്പുരാൻ പ്രാർത്ഥിക്കുകയാണ്, സകലതും പൂർത്തിയായി, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജീവന്. നമുക്കിതുപോലെ പറയാൻ പറ്റണം. അതായത് പൗലോസ്ലീഹ പറയുന്നില്ലേ, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അപ്പൊ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട ഉത്തരവാദിത്വം ചെയ്ത് നമുക്ക് പ്രത്യാശയോടുകൂടെ പറയാൻ പറ്റണം, എൻ്റെ ജോലികളൊക്കെ അങ്ങ് ഏൽപ്പിച്ച ജോലികൾ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്, ദൈവമേ സമാധാനത്തോടെ ഞാൻ ഇതാ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജീവനെ വെടിയാൻ പറ്റണം. അതാണ് അവങ്കിലേക്ക്, കർത്താവിലേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു പ്രതീക്ഷ കിട്ടുള്ളൂ. കർത്താവിൻ്റെ അടുത്തുനിന്ന് കണ്ണ് തെറ്റിച്ചാൽ പോയി, തകിടം പറഞ്ഞു. ഇവിടെയാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതം പരിശോധിക്കപ്പെടേണ്ടത്. നമ്മൾ ഈ ലോകത്ത് എത്ര നാൾ ജീവിച്ചു എന്നുള്ളതിൽ കഥയില്ല, ഉണ്ടോ? ജീവിച്ചിടത്തോളം കാലം എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് പ്രധാനം. അതൊരു അപ്പനായിട്ട്, ഒരു അമ്മയായി, ഒരു പിതാവും ഒരു മകനും മകളും, ഭാര്യയും ഭർത്താവും, സഹോദരനും സഹോദരിയും, അയൽവക്കക്കാരനും അയൽവക്കക്കാരിയും എന്ന നിലയിൽ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. അപ്പൊ 100 വയസ്സ് വരെ ജീവിച്ചിരുന്നിട്ട് നമ്മളൊരു ഗുണമില്ലാണ്ട് മരിച്ചു കഴിഞ്ഞാൽ എന്താ പ്രയോജനമുള്ളത്? ഒരിക്കലൊരു ശവടക്കിന് ഇങ്ങനെ ഭർത്താവ് മരിച്ചു കിടക്കണു, ഭാര്യയും മക്കളും സൈഡിലിരിക്കണു. അച്ഛൻ അങ്ങോട്ട് പ്രസംഗിക്കാൻ തുടങ്ങി. അച്ഛൻ പ്രസംഗിച്ച് 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഭാര്യ തൊട്ടടുത്തിരിക്കുന്ന മോനോട് ചോദിച്ചു, നമ്മുടെ അപ്പം തന്നെയാണോ ഈ കിടക്കണേന്ന്? കാരണം ജീവിതത്തിൽ കണ്ടിട്ടില്ല. അച്ഛൻ പറയുന്ന ഈ സ്വഭാവ വിശേഷണങ്ങൾ ഈ ഭർത്താവിൽ നിന്ന് ഈ ഭാര്യയ്ക്ക് കിട്ടിയിട്ടില്ല, മക്കൾക്കും കിട്ടിയിട്ടില്ല. ഇവിടെയാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതം പരിശോധിക്കുക. പള്ളിയിൽ വന്നതുകൊണ്ട് വിശ്വാസിയായോ? പള്ളി വന്നതുകൊണ്ട് വിശ്വാസിയായില്ല. മറിച്ച് മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും എന്നെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഉറച്ച ബോധ്യം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ വിശ്വാസം പൂർണ്ണമാവുന്നത്. ഇവിടെയാണ് നമ്മൾ ഈ ലോകത്ത് എത്ര നാൾ ജീവിച്ചു എന്നുള്ളതിൽ കഥയില്ല. ജീവിച്ചിടത്തോളം കാലം എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് പ്രധാനം. ദൈവവചന പ്രകാരം പറയുന്നത്, മൺമയമാം ഈ ഉലകിൽ കാൺമതുമായ വൻമഹിമാതനം സുഖങ്ങൾ സകലവുമായ മഞ്ഞിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ, ഇന്നു കണ്ടു നാളെ വാടും പൂക്കളെ പോലെ. 7-10 ഏറെയായാൽ 80 മാത്രം, നീളുമായുസതു നിനച്ചാൽ 80 കഴിഞ്ഞ കഷ്ടതയുള്ളൂ എന്ന് പറയണേ. 80 വരെയൊക്കെ എത്തും ഈ വണ്ടി എത്തുവോ? എനിക്കൊരു 95 വയസ്സ് വരെ എത്തണം എന്നൊരു ആഗ്രഹമുണ്ട്. 80 വയസ്സ് വരെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ എത്ര ദിവസം ജീവിക്കാം? 80 × 365 ഏകദേശം 29,200 ദിവസം ജീവിക്കാം. അതിൽ ഉണ്ണണം, ഉറങ്ങണം,
ബാക്കി പരിപാടികൾ മറ്റേ യാത്രകളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു 10,000 അങ്ങോട്ട് പോട്ടെ. 29,200 10,000 കുറച്ചേ എത്രയുണ്ട്? 19,200. എത്ര വയസ്സ് വരെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ? 80 വയസ്സ് വരെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ. ഇവിടെ വന്ന ഏകദേശം 90% ആളുകളും 40-ന് മുകളിലുള്ളവരാ. ഇനി എത്ര ദിവസം കൂടി ഉണ്ട്? അച്ഛാ അങ്ങനെ പറയില്ല അച്ഛാ, എങ്ങനെയെങ്കിലും അല്ലേ. ഇത് ഇത്രേ ഉള്ളൂ മനുഷ്യന്റെ കാര്യം. ഇത് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുമില്ല. ഇവിടെയാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതം സാക്ഷ്യത്തോടുകൂടെ ജീവിക്കേണ്ടത്. എഴുതപ്പെട്ട സുവിശേഷം എത്ര ഉണ്ട് നമുക്ക് വേദപുസ്തകത്തില്? അതുണ്ട് അച്ഛാ, അത് ഉണ്ടല്ലോ, ഉണ്ട്. എത്ര ഉണ്ട്? അത് പച്ചനറിയാലോ. ഇപ്പൊ നമ്മളിപ്പോ എന്തിനു പറഞ്ഞിട്ട് ഇപ്പൊ അല്ലേ? വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം, വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം, വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം. എത്ര ഉണ്ട്? 4 ഉണ്ട്. 5-മതൊരു സുവിശേഷം ഉണ്ട്. 5-മത്തെ സുവിശേഷം അത് ഞാനും നിങ്ങളാണ്. അത് ഞാനും നിങ്ങളാണ്. എൻ്റെ ഭാര്യയുടെ മുൻപിൽ, എൻ്റെ ഭർത്താവിൻ്റെ മുൻപിൽ, എൻ്റെ മക്കളുടെ മുൻപിൽ, എൻ്റെ അയൽവക്കക്കാരൻ്റെ മുൻപിൽ, എൻ്റെ കൂടപ്പുറപ്പുകളുടെ മുൻപിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരുടെ മുൻപിൽ വായിക്കപ്പെടുന്ന സുവിശേഷമായിട്ട് മാറണം. അതിനാണ് നമ്മൾ ഈ വചനം കേൾക്കണേ. വചനം കേൾക്കാത്തതിന്റെ കുറവാണോ? എന്തോരം പ്രസംഗങ്ങളെ കേൾക്കണേ അല്ലേ? റേഡിയോ പരസ്യം പറയുന്നത് പോലെയാ. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ അല്ലേ? പ്രസംഗം കേൾക്കാത്തതിന്റെ കുറവല്ല, കേട്ട കാര്യം ഹൃദയത്തിൽ ആഴമായി പതിയണം. ഇവിടെയാണ് നമ്മുടെ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്നത്. തലയ്ക്ക് മുകളിൽ ദൈവമുണ്ട് എന്നുള്ള ഒരു ഒഴുക്കൻ ചിന്തയല്ല വിശ്വാസം എന്ന് പറയുന്നത്. ഇസ്രായേൽ ജനത്തെ മോശ നയിച്ചപ്പോൾ പകൽ മേഘസ്തംഭമായും രാത്രിയിൽ അഗ്നിത്തൂണായും കൂട്ടുനിന്ന സർവശക്തനായ ദൈവം എന്നെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നു. എന്തു വന്നാലും എൻ്റെ കർത്താവ് അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല എന്ന് ഉറച്ചു വിശ്വസിക്കണം. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് അച്ഛന് പറയാനുള്ള ഒന്നാമത്തെ സന്ദേശം ഇതാണ്. നമ്മൾ രാവിലെയും വൈകുന്നേരം പ്രാർത്ഥിച്ചത് കൊണ്ടോ, നോമ്പെടുത്തത് കൊണ്ടോ, പള്ളിയിൽ വന്നത് കൊണ്ടോ വിശ്വാസിയാകണം എന്നില്ല. അത് വിചാരിച്ച് പള്ളിയിൽ വരണ്ടെന്നും നോമ്പെടുക്കണ്ടെന്നും ഒന്നും അച്ഛൻ പറഞ്ഞിട്ടില്ല. മറിച്ച് ഇതിലൂടെ കിട്ടുന്ന ദൈവകൃപ പേറിക്കൊണ്ട് നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്ത്, വീട്ടിലാണെങ്കിലും മറ്റു മേഖലയിലാണെങ്കിലും വായിക്കപ്പെടുന്ന സുവിശേഷമായിട്ട് മാറാൻ സാധിക്കണം. ഇപ്പൊ താബോർ മലയിലെ രൂപാന്തരീകരണത്തിന്റെ സമയത്ത് യാക്കോബ് സ്ലീഹായും യോഹന്നാൻ സ്ലീഹായും പത്രോസ് സ്ലീഹായും പറഞ്ഞു, നമുക്കിവിടെ 3 കൂടാരം അടിക്കുക. അവിടെ ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയാവിന്, ഒന്ന് നമുക്ക്. സുഖമുള്ള പരിപാടിയല്ലേ? ഇപ്പൊ ഇവിടെ പരുമലപ്പള്ളിയിൽ ഇവിടെ നിങ്ങൾ വന്നു, നിങ്ങൾക്ക് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഭക്ഷണവും താമസ സൗകര്യവും മാസാവസാനം കുറച്ച് പൈസയും തന്നു കഴിഞ്ഞാൽ നമ്മൾ അച്ഛനോട് പറയും, ഇനി ഇതുള്ള പരിപാടി ഇങ്ങനെ ഉണ്ടോയെന്ന് ചോദിക്കും അല്ലേ? സുഖമുള്ള ഏർപ്പാടാ. പക്ഷെ ഇവിടുന്ന് കിട്ടുന്ന ദൈവാനുഗ്രഹം ഉണ്ടല്ലോ, ഇവിടുന്ന് കിട്ടുന്ന ദൈവകൃപയായിട്ട് നമ്മൾ എവിടേക്കാണ് പോകേണ്ടത്? ഈ മലയുടെ താഴത്തേക്ക്. നമ്മൾ എവിടെയാണോ അവിടെ നമ്മൾ എന്തായിട്ട് മാറണം? യഥാർത്ഥ വിശ്വാസിയായിട്ട് മാറാൻ നമുക്ക് സാധിക്കണം. അവിടെയാണ് നമ്മുടെ തെളിച്ചം, അവിടെയാണ് ദൈവമായിട്ടുള്ള കണക്ഷൻ കറക്റ്റായിട്ട് നടക്കുന്നത്. എൻ്റെ അപ്പച്ചൻ പണ്ട് കാലത്ത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മൂവണ്ടം മാങ്ങ മേടിച്ചു കൊടുത്തു. മൂവണ്ടം മാങ്ങ പഴം, മാമ്പഴം. അപ്പം ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഞാൻ എൻ്റെ അമ്മേനെ വിളിച്ചു, അമ്മേ വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ അമ്മച്ചീനെ കാണാനില്ല. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് മൂവണ്ടം മാമ്പഴം ഇരിക്കുന്നുണ്ട്. അങ്ങനെ മൂവണ്ടം മാമ്പഴം അങ്ങനെ അതിൻ്റെ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞു. അത് ഞാൻ കഷ്ണിച്ച് നോക്കിയപ്പോൾ ജില്ലാ സമ്മേളനവും സംസ്ഥാന സമ്മേളനവും. എന്തിൻ്റെ? പുഴുവിൻ്റെ. ഒടുക്കത്തെ വിശപ്പം എനിക്ക്. കഴിക്കാൻ പറ്റുമോ? പുറമേ നോക്കിയപ്പോൾ മാമ്പഴത്തിന് നല്ല ഭംഗിയും നല്ല മണവും കാണാൻ അടിപൊളി. പക്ഷെ ഉള്ളു ചെത്തി നോക്കിയപ്പോൾ പുഴുവിൻ്റെ സമ്മേളനാണ്. വിശപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് കഴിക്കാൻ പറ്റുമോ? അപ്പൊ നമ്മൾ വിശ്വാസിയാണെന്ന് പുറമേയുള്ള പ്രകടനം കൊണ്ടല്ല കഥ.
നമ്മൾ ഉള്ളിൽ ആഴമായി വിശ്വസിക്കണം. എന്റെ കർത്താവ്, അല്ലെ, ഫിലിപ്പിയർ 4:13 പറയുന്നു, എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു. ഫിലിപ്പിയർ 4:19 പറയുന്നു, എന്റെ പിതാവ് തന്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി എനിക്ക് ആവശ്യമുള്ളതൊക്കെയും തരും. തരാന്നല്ല, തരും. നമ്മൾ മക്കളാണെങ്കിൽ അപ്പം തരില്ലേ? നമ്മുടെ ജീവിതത്തിൽ തരും പ്രിയപ്പെട്ടവരെ. ഇവിടെയാണ് നമ്മുടെ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്നത്. നമ്മൾ യഥാർത്ഥ വിശ്വാസിയാണോ എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കണം. ഇപ്പൊ മനസ്സിലേക്കൊന്ന് ചിന്തിച്ചു നോക്കി, ദൈവമേ ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, പക്ഷെ ഒരു പ്രതിസന്ധി വരുമേ ഞാൻ തകർന്നു പോണു. അതുപോരല്ലോ, എൻ്റെ കൂടെ കർത്താവ് ഉണ്ട്, കർത്താവ് എന്നെ നയിക്കുന്നു, കർത്താവ് എൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് വെളിപാട് 3:20 പറയുന്നു, ഞാൻ വാതിൽ മുട്ടുന്നു, ആരെങ്കിലും വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവനോടുകൂടെയും അവൻ എന്നോടുകൂടെയും അത്താഴം കഴിക്കും. ഉണ്ടോ? നമ്മുടെ ഉള്ളില് കർത്താവ് വരുന്ന്. നമ്മുടെ ഉള്ളില് കർത്താവ് ഉണ്ടെങ്കിൽ നമ്മൾ യാതൊന്നിനെയും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വള്ളത്തിൽ ആരുണ്ട്? കർത്താവുണ്ട്. ഈ ഒരു ഉറച്ച വിശ്വാസം നമുക്ക് ഉണ്ടാവണം. ഇന്ന് ഇത് നിങ്ങൾ ഏത് പ്രാർത്ഥനയാണോ പ്രാർത്ഥിക്കുന്നത് അതിന് ദൈവം മറുപടി തരും എന്ന് വിശ്വസിക്കണം. അതാണ് അച്ഛൻ ഒന്നാമത് നിങ്ങളോട് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാമത്തെ അധ്യായം 46 മുതൽ അതിൻ്റെ 47 വരെയുള്ള വാക്യം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാമത്തെ അധ്യായം 46-47 വാക്യം. അവർ യെരിഹോവിലെത്തി. പിന്നെ അവൻ ശിഷ്യന്മാരോടും വലിയ ജനാവലിയോടും കൂടെ യെരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തിമായിയുടെ മകനായ ബർത്തീമായ എന്ന കുരുടനായ ഒരു ഭിക്ഷക്കാരൻ വഴിയരികിൽ ഇരുന്നിരുന്നു. അവന്റെ പേര് ഭിക്ഷക്കാരൻ. അവനിരുന്ന സ്ഥലം വഴിയരിക്. അല്ലേ? വഴിയരിക്, വഴി, അതായത് വഴി എന്ന് പറഞ്ഞാൽ ബലമുള്ളവന്റെ ഇടമാണ് വഴി എന്ന് പറഞ്ഞാൽ. കാരണം ഇന്നിപ്പോ വണ്ടി ഓടിച്ച് പോകുന്ന വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയ ഭാഗ്യം. അതുപോലെയാണ് വണ്ടി ഓടിക്കുന്നത്, അല്ലേ? ഒരിക്കലും ഒരു ചെറുപ്പക്കാരൻ നല്ല സ്കൂട്ടർ പാഞ്ഞു പോവാണ്. അപ്പൊ ആ റോഡ് സൈഡിൽ ഇരുന്ന് അപ്പച്ചൻ ചോദിച്ചു, എടാ നീ വായുഗുളിക മേടിക്കാൻ പോവാണെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ ഇത് കേട്ടിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, അല്ല, വാങ്ങിച്ച വായുഗുളിക തിരിച്ചു കൊടുക്കാൻ പോവാണെന്ന്. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രകൃതാണ് ഈ റോട്ടിലുള്ള അഭ്യാസങ്ങൾ കാണുന്നത്. അപ്പോൾ ബലമുള്ളവന്റെ ഇടമാണ് പാതകൾ എന്ന് പറഞ്ഞാൽ. പണ്ട് കാലത്ത് ഒരു രാജ്യം പിടിച്ചടക്കുമ്പോൾ പാതയും അതോടൊപ്പം തന്നെ പാലങ്ങളാണ് പിടിച്ചടക്കുന്നത്. എന്തുകൊണ്ടാണ്? സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. കാരണം ആദ്യമേ തന്നെ രാജ്യം കീഴടക്കുമ്പോൾ പാതയും പാലങ്ങളാണ് കീഴടക്കുന്നത്. അപ്പോൾ പാതയോരം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ആളുകൾ, ഭിക്ഷക്കാരും അതുപോലെ മറ്റുള്ള ആളുകളൊക്കെ ഇരിക്കുന്ന സ്ഥലമാണ് പാതയോരം എന്ന് പറഞ്ഞാൽ, വഴിയരിക് എന്ന് പറഞ്ഞാൽ. പ്രിയപ്പെട്ടവരെ, ഈ ബലമുള്ള തിരക്കുള്ള വഴിയിൽ കൂടെ പോകുമ്പോൾ വഴിയരികിൽ ഇരുന്ന ഒരു ഭിക്ഷക്കാരൻ നിലവിളിക്കുന്നത് ആര് കേട്ടു? കർത്താവ് കേട്ടു. കണ്ടോ? നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എന്നെ ശ്രദ്ധിക്കാൻ ആരുമില്ല, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല. ബെത്സയിദ കുളക്കരയിൽ 38 വർഷക്കാലം തളർന്നു കിടന്ന രോഗിയോട് യേശു തമ്പുരാൻ ചോദിച്ചു, മോനെ നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? അപ്പോൾ അവൻ എന്താ മറുപടി പറഞ്ഞേ? എന്റെ പൊന്നു കർത്താവ്, ഇത് എത്ര വട്ടം ചോദിക്കാൻ വേണ്ടി നോക്കിയിരിക്കായിരുന്നു. അങ്ങനെയാണോ പറഞ്ഞേ? അവൻ പറഞ്ഞത് എന്നെ കുളത്തിലിറക്കാൻ ആരുമില്ല എന്നാണ് പറയണത്. യേശു തമ്പുരാൻ ചോദിക്കുന്ന ഒരു മണ്ടത്തരം ചോദ്യമാണ്. കാരണം 30-ാമത്തെ വയസ്സിലാണ് യേശു തമ്പുരാൻ പരസ്യപ്രവർത്തനം ആരംഭിക്കുന്നത്. 33-ാമത്തെ വയസ്സിൽ തമ്പുരാൻ ഈ ലോകത്തിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് പോയി, അല്ലെ? അതിനേക്കാൾ 5 വർഷം കിടക്കുന്ന രോഗിയോട് യേശു തമ്പുരാൻ ചോദിക്കുന്നു, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? അപ്പൊ അവൻ പറയണ മറുപടിയാണ്, എന്നെ കുളത്തിലിറക്കാൻ ആരുമില്ല. ഇന്ന് നമ്മൾ പലപ്പോഴും ഇങ്ങനെയാണ് പറയണത്, എന്നെ സഹായിക്കാൻ ആരുമില്ല, എന്റെ ജീവിത പങ്കാളി എന്നെ മനസ്സിലാക്കണില്ല, എന്റെ പിതാവും മാതാവും എന്നെ മനസ്സിലാക്കണില്ല, എന്റെ സഹോദരങ്ങൾ എന്നെ മനസ്സിലാക്കണില്ല. അങ്ങനെ നിരാശപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇവിടെ കർത്താവ് നമ്മുടെ നിലവിളി കേൾക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണ്.
യേശു തമ്പുരാൻ പറയാണ്, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പീൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കും. ഉറപ്പായിട്ടും കിട്ടുന്നേ. നമ്മൾ ചോദിച്ചാൽ കിട്ടാത്തതൊന്നുമില്ല, അന്വേഷിച്ചാൽ പ്രിയപ്പെട്ടവരെ കണ്ടെത്താത്തതൊന്നുമില്ല, മുട്ടിയാ തുറക്കാത്തതില്ല. കർത്താവ് തരും. പക്ഷെ നമ്മുടെ സമയത്തിനാകണമെന്നില്ല, ദൈവത്തിന് നമുക്ക് തരേണ്ട സമയത്ത് അത് തന്നിരിക്കും. അങ്ങനെയുള്ള ഒരു അച്ഛനാണ് ഇങ്ങനെ നിൽക്കണേ. കാരണം അതുപോലെ പ്രാർത്ഥിച്ചതിന്റെ വെളിച്ചത്തിലാണ് ഇങ്ങനെ വൈദിക പദവിയിലേക്ക് അച്ഛൻ എത്തപ്പെടാൻ പറ്റിയത്. അച്ഛനൊരു സാക്ഷിയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം തമ്പുരാൻ പറയാണ്, നിന്റെ പ്രാർത്ഥന കേൾക്കുവാൻ കഴിയാത്ത വിധം എൻ്റെ കാതുകൾ മന്ദീഭവിച്ചിട്ടില്ല, നിന്നെ രക്ഷിക്കുവാൻ കഴിയാത്ത വിധം എൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല. നമ്മുടെ നിലവിളി കേൾക്കുന്നവനാണ് നമ്മുടെ ദൈവം തമ്പുരാൻ. ഇത് വെറുതെ നേടിത്തന്നതൊന്നുമല്ല, ഇത് വെറുതെ നേടിത്തന്നതല്ല. എങ്ങനെയാണ്? യേശുക്രിസ്തുവിന്റെ ജനനം കൊണ്ടും യേശുക്രിസ്തുവിന്റെ ജീവിതം കൊണ്ടും യേശുക്രിസ്തുവിന്റെ മരണം ഉദ്ധാനം കൊണ്ടും നമുക്ക് നേടിത്തന്നതാണ്. യേശുവിന്റെ ജീവിതം കൊണ്ടാണ് ഈ ബലമുള്ള ഇടത്തിൽ കൂടെ പോയ യേശു തമ്പുരാൻ ഈ പാതയോരത്ത് കിടന്ന ഈ മനുഷ്യന്റെ നിലവിളി കേൾക്കാൻ സാധിച്ചത്. എങ്ങനെയാണ്? യേശുക്രിസ്തുവിന്റെ ജീവിതം കൊണ്ട് നമുക്ക് നേടിത്തന്നതാണ്, യേശുവിന്റെ രക്തം കൊണ്ട് നമുക്ക് നേടിത്തന്നതാണ്. അപ്പോൾ രണ്ടാമത്തെ ആശയം എന്ന് പറയുന്നത് പാതയെയും പാതയോരത്തെയും യേശുക്രിസ്തു ബന്ധിപ്പിച്ചു. ആരെങ്കിലും ഇവിടെ നിരാശപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതൊക്കെ അവസാനിപ്പിക്ക്. കർത്താവ് നമ്മോട് കൂടെയുണ്ട്. കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. അച്ഛനോട് തിരുമേനി ഡിഗ്രി ചെയ്യിച്ചിട്ട് സെമിനാർ അവിടേക്ക് അരമനയിൽ ചെല്ലാനാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ അതിനേക്കാൾ മുമ്പ് പോയെങ്കിലും എനിക്ക് ഇംഗ്ലീഷിൻ്റെ ഒരു പേപ്പർ കിട്ടാനുണ്ടായിരുന്നു. ഇംഗ്ലീഷിൻ്റെ ഒരു പേപ്പർ 7 വട്ടം എഴുതിയത് എനിക്ക് ഓർമ്മയുള്ളൂ, പിന്നെ ഞാൻ നോക്കിയിട്ടില്ല. ഏറ്റവും അവസാനം ഇംഗ്ലീഷ് എനിക്ക് എഴുതി കിട്ടാനുണ്ടായിരുന്നു. അങ്ങനെ ഇംഗ്ലീഷ് പേപ്പർ എഴുതിയപ്പോൾ എനിക്ക് 94 മാർക്ക് കിട്ടിയുള്ളൂ. 94 മാർക്ക് കിട്ടി. 1 മാർക്ക് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ 10 മാർക്ക് ആ വർഷം മോഡറേഷൻ കിട്ടിയാനായിരുന്നു. അപ്പം ഞാൻ ഈ മാർക്കിന് വേണ്ടിയിട്ട് കോഴിക്കോട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പോയി. അവിടെ ചെന്ന് വൈസ് ചാൻസലറുടെ അടുത്ത് പോയി, മേഡം ഒരു 1/2 മാർക്ക് തരുമോ? 1/2 ഒന്നാവൂലോ? ആ ഒരു പ്രതീക്ഷയിൽ ചോദിച്ചതാ, ഒരു 1/2 മാർക്ക് ഇട്ട് തരുമോ എന്ന് പറഞ്ഞു. പറഞ്ഞു അത് മാർക്ക് ലിസ്റ്റ് വന്നു, തരാൻ പറ്റില്ല. വീണ്ടും പറഞ്ഞു, മേഡം അച്ഛനാവാനുള്ള ആഗ്രഹം കൊണ്ട് അതൊന്നും ഒരു 1/2 മാർക്ക് ഇട്ട് തരാൻ പറഞ്ഞു. സമ്മതിച്ചില്ല. ഐസൈർ ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മേഡം പ്ലീസ് എന്ന് പറഞ്ഞു. സെക്യൂരിറ്റിയെ പിടിച്ച് പുറത്താക്കി. അത് കഴിഞ്ഞ് തിരിച്ചു വന്നു. ഞാൻ വീണ്ടും പരീക്ഷ എഴുതി. 111 മാർക്കോടുകൂടെ ദൈവം എന്നെ ജയിപ്പിച്ചു. സെമിനാരിയിൽ പോയി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന അച്ഛനായിട്ട് ദൈവം എടുത്തുയർത്തി. നമ്മൾ ഒരിക്കലും പതറരുത്. കാരണം കർത്താവ് നമുക്കൊരു പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ടല്ല അച്ഛൻ ഇവിടെ നിൽക്കാൻ പറ്റണത്, നിങ്ങളോട് വചനം പറയാൻ പറ്റണത്, നിങ്ങൾക്ക് ഇത് കേൾക്കാൻ പറ്റുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതം. നിരാശപ്പെട്ടിരിക്കരുത്. നിരാശ അത് ദൈവത്തിൻ്റെ അനുഗ്രഹമല്ല, നിരാശ പിശാച് തരുന്നതാണ്. അതുകൊണ്ട് പാതയെയും പാതയോരത്തെയും കർത്താവ് ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ സങ്കടങ്ങളും കർത്താവ് കേൾക്കും, അതിന് മറുപടി തരും. ഇന്നല്ലെങ്കിൽ നാളെ. ഇന്ന് ചിലപ്പോൾ താന്നു പോയേക്കാം, പക്ഷെ ദൈവം നാളെ നമ്മളെ ഉയർത്തും. ശക്തനായവൻ വലിയ കാര്യങ്ങൾ എനിക്ക് ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറയാൻ സാധിക്കും. നമ്മുടെ കൺമുന്നിൽ എത്ര പേര് അങ്ങനെയുണ്ട്. രോഗത്തിന്റെ അവസ്ഥയിൽ എത്ര പേര് വന്ന് ഉയർത്തെഴുന്നേറ്റ ആൾക്കാരുണ്ട് അല്ലേ? നമ്മുടെ അയൽവക്കക്കാർ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുമല്ലോ. ഇപ്പം ഇവിടെയാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതം പരിശോധിക്കപ്പെടേണ്ടത്. പാതയെയും പാതയോരത്തെയും ബന്ധിപ്പിച്ചു. മൂന്നാമത്തെ ആശയം എന്ന് പറയുന്നത് അറിവും തിരിച്ചറിവാണ്. അറിവും തിരിച്ചറിവും. ഇവിടെ നോക്കിയേ, നസറായനായ യേശു എന്ന് കേട്ടിട്ട് അവൻ ദാവീദ് പുത്ര യേശുവെ എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു എന്നാണ് തിരുവചനം പറയുന്നത്. ജനക്കൂട്ടം പലപ്പോഴും യേശു തമ്പുരാനെ നസ്രായൻ എന്ന പദം കൊണ്ടാണ് പരിചയപ്പെടുത്താറ്. പക്ഷേ ദാവീദിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞത് ആരാണ്? ഈ ബർത്തിമായിയാണ്, ഈ അന്ധനാണ് പറഞ്ഞത്. ഇവന് വലിയ കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ. ഇവന് വലിയ പാണ്ഡിത്യമോ
അതോടൊപ്പം തന്നെ മറ്റ് വലിയ മഹിമയോ ഒന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ് പറയുന്നത്, ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നോട് കരുണ തോന്നണമേ. നോക്കിയേ, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായം 45-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പീലിപ്പോസ് നഥാനിയേലിനെ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകനും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു, അവൻ യോസേപ്പിന്റെ പുത്രനായ യേശു എന്ന നസ്രത്തുകാരൻ എന്ന് പറഞ്ഞു. അപ്പോഴാണ് നഥാനിയേൽ ചോദിക്കുന്നത്, നസ്രത്തിൽ നിന്നും എന്തെങ്കിലും നന്മ ഉണ്ടാകുമോ എന്ന് ചോദിക്കുകയാണ്. ഒരു കളിയാക്കി ചോദിക്കുന്നതാണ് നഥാനിയേൽ പീലിപ്പോസിനോട്. നമ്മൾ പറയില്ലേ, കൊടുത്താൽ കൊല്ലത്തും കിട്ടും, കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട, കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട എന്ന് പറയുന്നത് പോലെയുള്ളൊരു പഴമൊഴിയാണ് നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ ഉണ്ടാകുമോ എന്ന്. ഇതുപോലെ തന്നെയാണ് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26-ാമത്തെ അധ്യായം 71-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇവനും ഈ നസ്രായനായ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നുവല്ലോ. ആരാണ് പറഞ്ഞത്? അതായത് യേശു ക്രിസ്തുവിന്റെ ന്യായവിസ്താര സമയത്ത് പത്രോസ് ലീഹ അവിടെയൊക്കെ നടന്നപ്പോൾ സ്ത്രീകൾ ചോദിക്കുകയാണ്, ഇവനും അവന്റെ കൂട്ടത്തിലുള്ള ആളല്ലേ എന്ന്. ഒരു പ്രാവശ്യമല്ല 3 പ്രാവശ്യം പറഞ്ഞു, ഞാൻ ഈ നാട്ടുകാരനേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് പത്രോസ് ലീഹ തള്ളി പറഞ്ഞു. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരും നസ്രായനായ യേശുവിനെ കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം, ദൈവത്തിലും സകല ജനത്തിനു മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായ നസ്രായനായ യേശുവിനെ കുറിച്ചുള്ളത് തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിച്ചു കൊണ്ടാണ് പോകുന്നത്. സാധാരണ ജനങ്ങൾ നസ്രായനായ യേശുവിനെ കുറിച്ച് പരാമർശിച്ചുകൊണ്ടാണ് പോയത്. അശുദ്ധാത്മാവ് ബാധിച്ച ആളുകൾ പറയുന്നു, നസ്രായനായ യേശുവേ ഞങ്ങൾക്കും നിനക്കും എന്ത് എന്ന് പറയുന്നുണ്ട്. സുന്ദരം എന്ന ഗോപുരത്തിൽ മുടന്തനായ മനുഷ്യൻ ഭിക്ഷയാചിച്ചപ്പോൾ പത്രോസ് ലീഹ പറഞ്ഞു, വെള്ളിയോ പൊന്നോ ഞങ്ങളുടെ കയ്യിലില്ല, നസ്രായനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കുവിനെന്ന് പറയുന്നു. അപ്പോൾ ഇവിടെയൊക്കെ നസ്രായനായ യേശു എന്നാണ് പരാമർശിക്കുന്നത്. പക്ഷേ ദാവീദിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഈ അന്ധനായ മനുഷ്യൻ അവിടെ വിശ്വാസ പ്രഖ്യാപനം നടത്തുകയാണ്. അറിവിൽ ഒതുങ്ങുന്നതും തിരിച്ചറിവിൽ ഒതുങ്ങാത്തതുമായ 2 വിശേഷണങ്ങൾ നൽകുന്നതിലൂടെ ക്രിസ്തുവിനെ അറിയുകയും തിരിച്ചറിയുകയും ചെയ്യുന്ന ഒരുവനെയാണ് നാം ഇവിടെ കാണുന്നത്. ദാവീദിന്റെ പുത്ര എന്ന് വിളിക്കുന്നത് വഴി ക്രിസ്തുവിന്റെ പാരമ്പര്യത്തെയും രക്ഷാപദ്ധതിയെയും യഹൂദരേക്കാൾ ഈ അന്ധനായ മനുഷ്യൻ തിരിച്ചറിഞ്ഞു. ഇവിടെയാണ് ചോദ്യം, ക്രിസ്തുവിനെ എനിക്കറിയാം, ക്രിസ്തുവിന്റെ അനുഭവങ്ങൾ എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും അകലെയാണോ? അല്ലേ? നമുക്ക് ഇവിടെയാണ് അറിവില്ലാഞ്ഞിട്ടാണോ നമുക്ക് കുഴപ്പം? അല്ലേ? ഇന്ന് നോക്കിയേ, നമ്മുടെ ഈ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ കൊലപാതകങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള ഏത് കാര്യങ്ങളും ചിന്തിച്ചു നോക്കിക്കോ, അറിവില്ലാഞ്ഞിട്ടാണോ? അറിവില്ലാഞ്ഞിട്ടല്ല. എന്തില്ല? തിരിച്ചറിവില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മളെ തന്നെ ഒരു ബോധ്യമില്ല. സങ്കീർത്തനക്കാരൻ 103-ാം സങ്കീർത്തനത്തിൽ 2-ാം വാക്യം പറയുന്നു, അവിടുത്തെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവിടുത്തെ ഉപകാരങ്ങൾ ഒരിക്കലും മറക്കരുത്. വീണ്ടും 122-ാം സങ്കീർത്തനം അതിന് 1-ാമത്തെ തിരുവചനം പറയുന്നു, യഹോവയുടെ ആലയത്തിലേക്ക് ഞാൻ പോകാമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഏറ്റവും അധികം സന്തോഷിച്ചു. അല്ലേ? നമ്മുടെ പള്ളിയിൽ എപ്പോഴാണ് കുർബാന ആരംഭിക്കുന്നത്? എപ്പോഴാരംഭിക്കണേ? സാധാരണഗതിയിൽ 7:30 പ്രഭാത നമസ്കാരവും 8:30 പരിശുദ്ധ കുർബാനയും ആരംഭിക്കൂ. അല്ലേ? തുടങ്ങും. നമ്മൾ എപ്പോഴാണ് പള്ളിയിൽ പോണത്? അങ്ങനെയൊന്നുമില്ല അച്ഛാ, അതിപ്പോ പള്ളിയിൽ പോയാ പോരെ. അല്ലേ? അറിവില്ലാഞ്ഞിട്ടാണോ? അറിവില്ലാഞ്ഞിട്ടല്ല. നമുക്ക് എന്തില്ല? നമുക്ക് അതിനോട് ആഴമായ സ്നേഹം ഉണ്ടാവണം. ദാവീദ് പറയാണ്, ഞാൻ ദേവാലയത്തിലേക്ക് പോകാമെന്ന് ആഗ്രഹിച്ചപ്പോൾ ഞാൻ ഏറ്റവും അധികം സന്തോഷിച്ചു. അപ്പൊ ഓരോ പരിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോഴും ഈ ഒരു ആത്മീയ സന്തോഷം ഉണ്ടാവണം. അടുത്ത ഞായറാഴ്ച, ഇപ്പൊ ഇന്ന് വെള്ളി, നാളെ ശനി, ഞായറാഴ്ച പോകുന്നതിന് മുമ്പ് ഇപ്പോഴല്ല ഒരുങ്ങേണ്ടത്. അതായത് കഴിഞ്ഞ ഞായറാഴ്ച കുർബാന കഴിഞ്ഞതിന് ശേഷം ഒരുങ്ങണം. അല്ലെ? പണ്ട് കാലത്ത് അപ്പച്ചന്മാരും അമ്മച്ചിമാരും വസ്ത്രങ്ങളൊക്കെ കഴുകി ഭദ്രമായിട്ട് ഈ ട്രങ്ക് പെട്ടിയുടെ അടിയിലൊക്കെ വെച്ച് സൂക്ഷിച്ച് ആരെ കൊണ്ടും തൊടിയിക്കില്ല, അത്രയും വിശുദ്ധമായിട്ടാണ് അവർ ദേവാലയത്തിൽ പോയിക്കൊണ്ടിരുന്നത്. ഈ 122-ാം സങ്കീർത്തനം ആരോഹണ ഗീതങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. 120-ാം സങ്കീർത്തനം മുതൽ 134-ാം സങ്കീർത്തനം വരെ ആരോഹണ ഗീതങ്ങൾ എന്നാണ് പറയുന്നത്. അതായത് സിയോൻ മല കയറി പോകുമ്പോൾ പാടുന്ന പാട്ടാണ് ആരോഹണ ഗീതങ്ങൾ എന്ന് പറയുന്നത്.
അപ്പോൾ അവർ പ്രാർത്ഥിച്ചും പ്രകീർത്തിച്ചുമാണ് ദേവാലയത്തിൽ പോയിരുന്നത്. ഇപ്പൊ നമുക്ക് എത്ര പേർക്ക് ഈ സന്തോഷമുണ്ട്? ഞായറാഴ്ച പള്ളിയിൽ പോകാൻ എത്രമാത്രം തിടുക്കുണ്ട് നമുക്ക്. ഇവിടെയാണ് നമുക്ക് തിരിച്ചറിവുണ്ടാകേണ്ടത്, തിരുത്താൻ തയ്യാറാകേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ കുറവ് സംഭവിക്കാന്നേ ഇപ്പൊ പറയുന്ന അച്ഛൻ അത്ര വലിയ മിടുക്കനൊന്നുമല്ല. കാരണം കുറവുകൾ ഉണ്ടാകാം, തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകാം. അത് നമ്മൾ തിരുത്താൻ തയ്യാറാകണം. അവിടെയാണ് തിരിച്ചറിവ് എന്ന് പറയുന്നത്. തിരിച്ചറിവുള്ളവരായിട്ട് മാറുവാൻ ഇടയാകണം. കേൾക്കണേന് കുഴപ്പമില്ല. ഇപ്പൊ നമ്മൾ എത്ര നാളായി ഈ വചനം കേൾക്കുന്നു അല്ലേ? വിതക്കാരന്റെ ഉപമ പറയുന്നുണ്ട്. വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. ചിലത് വഴിയരികിൽ വീണു, ചിലത് മുള്ളിന്മേൽ വീണു, ചിലത് പാറമേൽ വീണു, ചിലത് നല്ല നിലത്ത് വീണു. നല്ല നിലത്ത് വീണത് 30, 60, 100 മേനിയായിട്ട് ഫലം കായ്ക്കും. നമ്മുടെ ജീവിതത്തിൽ എന്തോരം വചനം കേട്ടു, എന്തോരം വചനം വായിച്ചു, എത്ര കുർബാനയെ സംബന്ധിച്ചു. ഈ വിത്തുകളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ വീണില്ലേ? ഈ വിത്ത് മുളച്ചിട്ടുണ്ടോ? ഈ മുളച്ച വിത്ത് ചെടിയായിട്ടുണ്ടോ? ഈ ചെടിയായത് ഫലം പുറപ്പെടുവിച്ചിട്ടുണ്ടോ? ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ. എന്റെ ജീവിതത്തിൽ വീണ വിത്ത് മുളച്ചിട്ടുണ്ടോ? മുളച്ച വിത്ത് ചെടിയായിട്ടുണ്ടോ? ചെടിയായത് ഫലം പുറപ്പെടുവിച്ചിട്ടുണ്ടോ? ഫലം പുറപ്പെടുവിച്ചില്ല എങ്കിൽ തിരിച്ചറിവുണ്ടാകണം, തിരുത്താൻ തയ്യാറാകണം. അറിവുണ്ടായാൽ പോരാ, തിരിച്ചറിവുണ്ടാകണം. നമ്മുടെ വീട്ടിൽ രാവിലെയും വൈകുന്നേരം എത്ര പേര് കുടുംബ പ്രാർത്ഥന നടത്തുന്നുണ്ട്? ബാക്കി എല്ലാ കാര്യത്തിനും നമുക്ക് സമയമുണ്ട്. എത്ര പേര് നമ്മുടെ വീട്ടില് അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് പായൊക്കെ ഇട്ട് എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്? വേദപുസ്തകം വായിച്ച് പാട്ട് പാടി നമസ്കാരം എത്ര പേര് നടത്തുന്നുണ്ട്? ഒരു കാലത്ത് നമ്മൾ അയൽവക്കക്കാർ ഈ പ്രാർത്ഥന കേട്ടിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, എന്തൊരു രസമായിരിക്കുന്നു പാട്ടുകളും പ്രാർത്ഥനയൊക്കെ. ഇപ്പൊ നമ്മുടെ വീടുകളിൽ അങ്ങനെയുണ്ടോ? ഒരുമിച്ചിരുന്നുള്ള സംസാരമുണ്ടോ? ഭാര്യയും ഭർത്താവും മക്കളും മാതാപിതാക്കന്മാരും ഒരുമിച്ച് സംസാരിക്കാറുണ്ടോ? എല്ലാവരുടെ കയ്യിലുണ്ട് അല്ലേ? ഒരാൾ ഒരു മൂലയ്ക്ക്, ഒരാള് മുൻവശത്ത്, ഒരാള് വേറെ റൂമില്. പ്രിയപ്പെട്ടവർ, ഇവിടെയാണ് ഒരുമിച്ചിരുന്നുള്ള പ്രാർത്ഥന പോയി, ഒരുമിച്ചിരുന്നുള്ള സംസാരം. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണ്ടോ? ഒരുമിച്ചിരുന്ന് ഡൈനിങ് ടേബിളിന്റെ ചുറ്റുമിരുന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന രീതിയുണ്ടോ? ഒരാൾ ടിവിയുടെ മുന്നിലായിരിക്കും ഇരിക്കുന്നത്, ഒരാൾ മൊബൈൽ നോക്കിയിട്ട് അല്ലേ? മൊബൈൽ നോക്കി. ഇപ്പൊ നമ്മൾ ഹോട്ടലിൽ പോയാലും എവിടെ പോയാലും എല്ലാവരുടെ കയ്യിൽ ഈ സാധനമുണ്ട്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇത് നോക്കാനേ പാടില്ല. കാരണം ഭക്ഷണം ദൈവം തരുന്ന ദാനമാണ്. അതുകൊണ്ടാണ് ഭക്ഷണത്തിന് മുമ്പ് ഒരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, നിന്റെ കൃപയാൽ ഭക്ഷിപ്പാനും പാനം ചെയ്യുവാനും നീ ഞങ്ങൾക്ക് തന്നിട്ടുള്ള ആഹാരത്തെയും മനോഗണത്തെയും ഓർത്തിനെ സ്തുതിക്കുകയും വാഴ്ത്തിയും വന്ദിക്കുകയും ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുകയും ചെയ്യണമേ, ആമീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭക്ഷണം കഴിക്കണ്ടേ. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, നിന്റെ കൃപയും വാഴ്വും നിമിത്തം നിനക്ക് സ്തുതി. ഞങ്ങളെ തീറ്റി തൃപ്തിപ്പെടുത്ത നിനക്ക് സ്തുതി. നിനക്കുള്ളത് ഭക്ഷിച്ച് പാനം ചെയ്ത് നിന്റെ ഇഷ്ടം ചെയ്ത് ജീവിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. നന്ദി പറഞ്ഞുകൊണ്ട് വേണം നമ്മളത് അവസാനിപ്പിക്കാൻ. ഇത് കിട്ടണ വഴി അടിച്ചു കയറ്റാണ്. പാത്രത്തിൽ കൊണ്ടുവന്ന് വയ്ക്കണുള്ളൂ, അപ്പോഴേക്കും സംഭവം തീരാണ്. അതുകൊണ്ട് എന്തായി? നമുക്കില്ലാത്ത അസുഖങ്ങളുണ്ടോ? പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള്, ഗ്യാസ്, പെട്രോള്, മണ്ണെണ്ണ, ഡീസൽ എന്നു വേണ്ട എല്ലാ അസുഖങ്ങളുണ്ട് മനുഷ്യന്. കണ്ടോ? ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഭക്ഷണത്തെ സ്വീകരിക്കണം. പണ്ട് കാലത്തുള്ള ആൾക്കാർക്ക് ഇതൊക്കെ ഉണ്ടായിരുന്നോ? അവർ നല്ല അടിപൊളി പണിയെടുക്കായിരുന്നു. ഇവിടെയാണ് എൻ്റെയും നിങ്ങളുടെയും തിരിച്ചറിവുണ്ടാകേണ്ടത്. നസ്രായനായ യേശു അതുവഴി കടന്നു പോകുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ ദാവീദിന്റെ പുത്രനായ ക്രിസ്തുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. തിരിച്ചറിവുണ്ടാകണം. മൂന്നാമത്തെ കാര്യം അതാണ്. നാലാമത്തെ കാര്യം, വിശ്വാസം പ്രാർത്ഥനയായിട്ട് ഉയരണം. വിശ്വാസം പ്രാർത്ഥനയായിട്ട് ഉയരണം. 6-ാം സങ്കീർത്തനം 2-ാം തിരുവചനം പറയുന്നു, യഹോവേ, ഞാൻ തളർന്നിരിക്കുന്നു, എന്നോട് കരുണയുണ്ടാകണമേ. യഹോവേ, എൻ്റെ അസ്ഥികൾ ഭ്രമിച്ചിരിക്കുന്നു, എന്നെ സൗഖ്യമാക്കണമേ. അന്ധനായ യാചകൻ ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അല്ലേ? നമ്മൾ പറയാലോ, കുറിയേലായുസോൻ, കർത്താവേ എന്നോട് കരുണ തോന്നണമേ. എത്ര പ്രാവശ്യ കുർബാനയിൽ നമ്മൾ പറയണത്, കർത്താവേ എന്നോട് കരുണ തോന്നണമേ. വിളിച്ചപേക്ഷിക്കുന്നത് വിശുദ്ധ വേദപുസ്തകത്തിൽ
ദൈവാശ്രയത്തിന്റെയും അടിയുറച്ച വിശ്വാസത്തിന്റെയും പ്രതീകമാണ്. ഹാഗാർ തന്റെ കുഞ്ഞിനു വേണ്ടി നിലവിളിച്ചു. ഉൽപ്പത്തി പുസ്തകം 21-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യത്തിൽ കുഞ്ഞിനു വേണ്ടി, ദാഹജലത്തിനു വേണ്ടി അപേക്ഷിച്ചു. ആ കുഞ്ഞിന്റെ നിലവിളി ആര് കേട്ടു? ദൈവം കേട്ടു. മോശ ഇസ്രായേൽ ജനത്തെ മിസ്രൈമ്യ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുപോകുമ്പോൾ മുന്നിൽ ചെങ്കടൽ, പിന്നിൽ ഫറവോന്റെ സൈന്യം. ആളുകൾ പറഞ്ഞു, ഞങ്ങൾ എന്തിനു ഇവിടെ കൊണ്ടുവന്നേ? ഞങ്ങളെ അവിടെ എങ്ങാനും ആ പണിയെടുത്ത് ജീവിച്ചാൽ പോരായിരുന്നോ? ഇവിടെ വന്ന് മരിക്കണമായിരുന്നോ? ഈ കടലിൽ വീണ് മരിക്കണമായിരുന്നോ? അപ്പോൾ മോശ പ്രാർത്ഥിച്ചു. പുറപ്പാടിന്റെ പുസ്തകം 14-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം പ്രാർത്ഥിച്ചു. ചെങ്കടൽ രണ്ടായിട്ട് ഭാഗിച്ചു പോയി. കണ്ടോ? ഉണങ്ങിയ നിലത്തുകൂടെ ഇസ്രായേൽ ജനം മറുകരയിലേക്ക് പോയി. ദാനിയേൽ സിംഹക്കുഴിയിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചു. സിംഹത്തിന്റെ വായടഞ്ഞു പോയി. അല്ലേ? കർമ്മേൽ മലമേൽ ഏലിയാ പ്രവാചകൻ പ്രാർത്ഥിച്ചു. അഗ്നി ഇറങ്ങി യാഗവസ്തുവിനെ ദഹിപ്പിച്ചു കളഞ്ഞു. യോശുവ യെരിഹോ മതിലിന്റെ അടുത്ത് പ്രാർത്ഥിച്ചു. യെരിഹോ മതിൽ തകർന്നു പോയി. കണ്ടോ? ഇവിടെയൊക്കെ പ്രിയപ്പെട്ടവരെ, ഇവിടെ അവന്റെ വിശ്വാസം, ഇവരുടെയൊക്കെ വിശ്വാസം പ്രാർത്ഥനയായിട്ട് ഉയരുകയാണ്. അതായത് നിലവിളിക്കുന്നത് ഒരു ബലഹീനതയായിട്ട് കാണുന്നില്ല. ആ യേശുക്രിസ്തു അതുവഴി കടന്നു പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ, കാരണം ആ നിലവിളിക്കുന്നത് അതിനേക്കാളും തൊട്ടു മുൻപ് അവൻ ഭിക്ഷ യാചിക്കാൻ വേണ്ടിയിട്ടാണ് നിലവിളിച്ചത്. പക്ഷെ അവന്റെ പ്രാർത്ഥനയ്ക്ക് രൂപാന്തരീകരണം ഉണ്ടായി. ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നോട് കരുണ തോന്നണമേ. അടുത്ത ഭാഗം, ആ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കൂടെയുള്ള ആളുകൾ പറഞ്ഞു മിണ്ടാണ്ടിരിക്കാൻ. കൂടെയുള്ള ആളുകൾ പറഞ്ഞു മിണ്ടാതിരിക്കാൻ. വിശ്വാസ വഴിയിലെ പ്രതിസന്ധികളാണ്. ബർത്തീമായുടെ നിലവിളിക്കും യേശുവിന്റെ പ്രതികരണത്തിനുമിടയിൽ ചില ആളുകളുടെ നിരുത്സാഹപ്പെടുത്തുന്ന സംഭവങ്ങൾ കാണുകയാണ്. ആ ജനങ്ങളുടെ ശകാരത്തെ ബർത്തീമായി ഗൗനിക്കണില്ല. ആര് പറഞ്ഞാലും അവൻ വിളിക്കുകയാണ്, ദാവീദിന്റെ പുത്രനായ യേശുവേ. ആരൊക്കെ തള്ളി പറഞ്ഞാലും നമ്മള് കാരണം കർത്താവിന് വിളിക്കണം. ഞാൻ ഈ പരീക്ഷയൊക്കെ എഴുതാൻ പോകുമ്പോൾ എൻ്റെ അയൽവക്കക്കാർ പറഞ്ഞു, നോബിൾ കൈയക്ഷരം നന്നാക്കാൻ പോവാണല്ലേ. ഞാൻ പലപ്പോഴും തോറ്റുപോയപ്പോൾ എന്നെ ആൾക്കാർ കളിയാക്കി. ഞാൻ ആ കളിയാക്കലിൽ വീണില്ല. മറിച്ച് എൻ്റെ കർത്താവ് എത്ര പ്രതിസന്ധി വന്നാലും ദൈവം എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ദൈവം എനിക്ക് തന്നിരിക്കുമെന്ന് പരിപൂർണമായി വിശ്വസിച്ചു. വിശ്വാസ വഴിയിലെ പോരാട്ടങ്ങളാണ് പ്രിയപ്പെട്ടവരെ. യേശു തമ്പുരാന്റെ അടുക്കിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുപോയപ്പോൾ, കാരണം മാതാപിതാക്കന്മാർ അവരുടെ ശിഷ്യന്മാര് തടഞ്ഞു. അപ്പോൾ യേശു തമ്പുരാൻ പറഞ്ഞു, കുഞ്ഞുങ്ങൾ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടയരുത്. നമ്മൾ കർത്താവിന്റെ അടുക്കിലേക്ക് പോകണം. ഹന്ന ദേവാലയത്തിന്റെ മുൻപിൽ പ്രാർത്ഥിച്ചു. ഏലി പുരോഹിതൻ പറഞ്ഞു, രാവിലെ തന്നെ വന്നേക്കാലം അടിച്ചു വീലായി. പക്ഷേ ഹന്ന പറഞ്ഞു, എനിക്ക് കുഞ്ഞുങ്ങളില്ല അച്ഛാ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പൂ ചോദിച്ചു, പൂന്തോട്ടം കൊടുത്തൂലേ. കണ്ടോ? ഹന്നായുടെ നിലവിളിക്ക് ദൈവം. അവിടെ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ആ പ്രതിസന്ധിനെ മറികടന്നതാണ് നമ്മുടെ ഈ ഹന്ന. പ്രിയപ്പെട്ടവർ, യേശുവിന്റെ കൂടെ നടക്കുന്നുവെങ്കിലും യേശുവിന്റെ സ്വഭാവം അല്പം പോലും തൊട്ടു തീണ്ടാത്തവരായിരുന്നു കൂടെ ഉണ്ടായിരുന്നവർ. പ്രിയപ്പെട്ടവരെ, അവിടെ പറയുന്നത് യേശുവെ കരുണയായിരിക്കണമേ. ഇപ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കുന്നുണ്ട് അല്ലേ? കാരണം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു മനുഷ്യൻ, സാധു മനുഷ്യൻ അല്ലെങ്കിൽ നമ്മുടെ അയൽവക്കക്കാരനോട് കരുണ കാണിച്ചില്ലെങ്കിൽ എന്ത് പ്രയോജനമുള്ളത്? ഭക്തി കാണിച്ചിട്ട് കാര്യമില്ല. ഉള്ളിൽ നിന്നുള്ള സ്നേഹം ഉണ്ടാവണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് അല്ലേ? നമ്മുടെ കൂടപ്പുറപ്പുകളെ സ്നേഹിക്കാണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ 3 വർഷമായി മിണ്ടിയിട്ട് അയൽവക്കക്കാരോട്, എന്നിട്ട് നമ്മൾ തട്ടി വീട, സ്വർഗസ്ഥനായ പിതാവേ, നിന്റെ നാം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എന്ന് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ. അങ്ങോട്ട് തട്ടി വീട. അയൽവക്കക്കാരോട് മിണ്ടിയിട്ട് 3 വർഷമായി. വഴക്കില്ല, മിണ്ടാറില്ല. കേറി പോകാറുണ്ടോ? കേറി പോകാറില്ല. വഴക്കൊന്നുമില്ല. എന്ത് സ്നേഹത്! ഇതല്ല. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവൻ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ പറ്റൂല. ഇവിടെയാണ് കരുണ കാണിക്കേണ്ടത്. കരുണ കാണിക്കുന്നവരായിട്ട് മാറണം പ്രിയപ്പെട്ടവരെ. ഇവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. പക്ഷേ നമ്മൾ ആ പ്രതിസന്ധിയെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കഴിയണം. അവൻ്റെ അടുത്ത തലം എന്ന് പറയുന്നത് അവൻ്റെ പുറംകുപ്പായം
ദൂരെ എറിഞ്ഞു. പുറംകുപ്പായം ദൂരെ എറിഞ്ഞു. പുറംകുപ്പായം ദൂരെ എറിഞ്ഞ രണ്ടുപേരെയാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുന്നത്. പൂർവ്വപിതാവായിട്ടുള്ള യൗസേപ്പ്, പിന്നെ ബർത്തിമായി. പൂർവ്വപിതാവായിട്ടുള്ള യൗസേപ്പ് എന്തിനാണ് പുറംകുപ്പായം ദൂരെ എറിഞ്ഞത്? ശരീരവിശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ ഇവിടെ ഈ ബർത്തിമായി എന്തിനാണ് പുറംകുപ്പായം ദൂരെ എറിഞ്ഞത്? കാഴ്ച കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. ഇതുപോലെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ. പ്രിയപ്പെട്ടവരെ, വിലപ്പെട്ടതിനെ സംരക്ഷിക്കുവാൻ, വിലപ്പെട്ടതിനെ സ്വന്തമാക്കാനും സംരക്ഷിക്കുവാനുള്ള ശ്രമത്തിൽ നഷ്ടമാകേണ്ടി വരുന്ന എന്തിനേയും പുറംകുപ്പായം എന്ന് വിളിക്കാം. ചില പുറംകുപ്പായങ്ങൾ ദൂരെ എറിയണം. ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവനെ പൊതച്ചിരുന്ന പുതപ്പായിരിക്കാം, ഭിക്ഷയാചിച്ച പാത്രമായിരിക്കാം. ഇവന് സുരക്ഷിതത്വം കൊടുത്ത പുറംകുപ്പായം ഏറ്റവും ശ്രേഷ്ഠനായവനെ കണ്ടപ്പോൾ അവൻ ദൂരെ എറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമുക്ക് ചില പുറംകുപ്പായങ്ങൾ ഉണ്ടാകും. കാരണം ചിലപ്പോൾ ചില സംരക്ഷണം നൽകുന്നത് അതിനേക്കാളും ഉപരിയാണ് നമ്മുടെ കർത്താവായ യേശു തമ്പുരാൻ. ആ കർത്താവിലേക്ക് വരുമ്പോൾ ചില പുറംകുപ്പായങ്ങൾ ദൂരെ എറിയും. ചിലപ്പോൾ അഹങ്കാരമായിരിക്കാം, ഞാനെന്നുള്ള ഭാവം. ചിലപ്പോൾ അലസതയായിരിക്കാം, ചിലപ്പോൾ അസൂയയായിരിക്കാം, ചിലപ്പോൾ കോപമായിരിക്കാം, ഭക്ഷണത്തിനോട് അമിതമായ താല്പര്യമായിരിക്കാം, ചിലപ്പോൾ ദ്രവ്യാഗ്രഹമായിരിക്കാം. ചില പുറംകുപ്പായങ്ങൾ ദൂരെ എറിയണം. അപ്പോൾ യേശു തമ്പുരാന്റെ അടുക്കിലേക്ക് വരുമ്പോൾ യേശു തമ്പുരാൻ ചോദിക്കും, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? നമ്മളോട് ഇന്നിപ്പോൾ ചോദിക്കുകയാണെങ്കിൽ, ഇപ്പൊ ഇന്ന് കർത്താവ് നമ്മളോട് ചോദിക്കുകയാണ്, മോനെ മോളെ ഇത്ര നേരം പ്രസംഗം കേട്ടുല്ലോ, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറയും? എൻ്റെ പൊന്നു കർത്താവ്, വരാൻ വേണ്ടി ആഗ്രഹിക്കായിരുന്നു, കുറച്ച് ലിസ്റ്റ് ഉണ്ട് അല്ലേ? ആരെങ്കിലും പറയോ, എൻ്റെ അസൂയൊന്ന് പോകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, എനിക്ക് ഭയങ്കര ദേഷ്യമാണ് കർത്താവെ, ഭയങ്കര മുൻകോപമാണ്, ഇതൊന്ന് മാറിപ്പോകാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കൂ, ഒന്ന് എന്നെ അനുഗ്രഹിക്കൂ, കോപം മാറിപ്പോകാൻ വേണ്ടി. ഞാൻ എന്നുള്ള ഭാവം ഭയങ്കര അഹങ്കാരമാണ് എനിക്ക്, ഇതൊന്ന് മാറിപ്പോകാൻ വേണ്ടിയിട്ട് എന്നെ ഒന്ന് അനുഗ്രഹിക്കൂ. എനിക്ക് പ്രാർത്ഥിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല, എനിക്ക് പള്ളിയിൽ പോകാൻ ഭയങ്കര മടിയാണ്, എനിക്ക് വേദപുസ്തകം വായിക്കാൻ പറ്റുന്നില്ല. നമ്മൾ എന്തു പറയും? നമ്മൾ രണ്ടാമത്തെ ലിസ്റ്റ് എടുക്കും. ഇതൊക്കെ പിന്നെ നമുക്ക് ജയിക്കണം, പിന്നെ ജോലി കിട്ടണം, കല്യാണം നടക്കണം, വീടുണ്ടാവണം. പ്രിയപ്പെട്ടവരെ, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കും, ബാക്കിയുള്ളതൊക്കെയും കർത്താവ് തരുമെന്ന്. കർത്താവ് തരും. ആദ്യം വേണ്ടത് കർത്താവിനെയാണ് നമുക്ക് വേണ്ടത്. ഒരിക്കലും രാജാവ് വിളംബരം നടത്തി, പ്രിയപ്പെട്ടവരെ ഈ കൊട്ടാരത്തിൽ വന്ന് തൊടുന്നതെല്ലാം നിങ്ങൾക്ക് സ്വന്തമാകുന്നു എന്ന് പറയും, സ്വന്തമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ആൾക്കാർ ഈ സന്ദേശം കേട്ട വഴി അവിടുത്തെ കസേരയും ചെമ്പും അവിടുത്തെ രാജാവിൻ്റെ കട്ടിലും ഡൈനിങ് ടേബിളും എല്ലാം വന്ന് എടുത്തുകൊണ്ട് പോവാ. ഒരു കൊച്ചു പയ്യൻ വന്നിട്ട് രാജാവിനെ അങ്ങോട്ട് കയറി പിടിച്ചു. കണ്ടോ? രാജാവിനെ കയറി അതായത് തൊടുന്നതെല്ലാം നിങ്ങൾക്ക് സ്വന്താന്ന് പറഞ്ഞു. കൊച്ചു ബുദ്ധിമാനാ, കൊച്ചു വന്ന് ഈ രാജാവിനെ കയറി പിടിച്ചു. രാജാവിന്റെ കീഴിലുള്ളതല്ല ബാക്കി എല്ലാ സാധനവും, ചെമ്പും വട്ടകയും മറ്റേ കസേരയും എന്ന് വേണ്ട കട്ടിലെല്ലാം രാജാവിന്റെ കീഴിലുള്ളതല്ലേ. ബുദ്ധിമാനായ കൊച്ച് രാജാവിനെ പിടിച്ചു. അവര് ബാക്കിയുള്ളവരൊക്കെ അവിടെ ഇട്ടിട്ട് കൊണ്ടുവന്നു. നമ്മൾ ഇന്ന് വട്ടകയ്ക്ക് വേണ്ടിയിട്ട് നടക്കുക, കസേരയ്ക്ക് വേണ്ടിയിട്ട് അല്ലേ, നമ്മൾ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ആദ്യം തന്നെ കർത്താവിനെ പിടിക്കൂ. കർത്താവിനെ പിടിച്ചാൽ നമ്മൾ ഒന്നിനെയും പേടിക്കേണ്ടതും നിരാശപ്പെടേണ്ട കാര്യമില്ല. ഇവിടെയാണ് പുറംകുപ്പായം ദൂരെ എറിയേണ്ടത്. പുറംകുപ്പായം ദൂരെ എറിഞ്ഞ് കർത്താവിൻ്റെ അടുത്ത് വരണം. കർത്താവ് ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? എനിക്ക് കാഴ്ച വേണം. കാഴ്ച കിട്ടി, ഓക്കെ ശരി, ബൈ ബൈ സി യു എന്നാണ് പറഞ്ഞേ? ആണോ? അല്ല. യേശുക്രിസ്തുവിനെ അനുധാവനം ചെയ്തു, അനുഗമിച്ചു. നമുക്ക് കിട്ടണവരേ ഉള്ളൂ പ്രാർത്ഥന അല്ലേ? നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ, ഇനി അടുത്ത പ്രാവശ്യം ആവട്ടെ എന്നാണ് നമ്മൾ പലപ്പോഴും പറയുന്നത്. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിനെ അനുഗമിച്ചു. അതുകൊണ്ടാണ് യേശു തമ്പുരാൻ പറഞ്ഞു, എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ തന്നെ ത്യജിച്ച് തൻ്റെ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ കടന്നു വരണം. അല്ലെ? ഇന്ന് മുഴുവൻ അനുകരണം അല്ലെ? സിനിമാ നടന്മാരെ അനുകരിക്കുന്നു, ഫുട്ബോൾ കളിക്കാരെ അനുകരിക്കുന്നു, മറ്റുള്ള ക്രിക്കറ്റ് കളിക്കാരെ അനുകരിക്കുന്നു.
നമുക്ക് അനുകരണമാണ്, അനുഗമനമില്ല. അനുഗമിക്കണം, അതായത് ഫോളോ ചെയ്യണം നമ്മുടെ കർത്താവിനെ. അവിടെയാണ് നമ്മൾ വിജയിക്കുകയുള്ളൂ, അല്ലേ? അത് എവിടേക്കാണ്? കുരിശിലേക്കുള്ള അനുഗമനമാണ് ഉണ്ടാവേണ്ടത്. കാരണം നമ്മുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ അത്ര സുഖമുള്ള ഏർപ്പാടല്ല. നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും. ഇവിടെ നമ്മൾ കർത്താവിനെ അനുധാവനം ചെയ്യുന്നവരായിട്ട് മാറണം. അപ്പോൾ നമുക്ക് കേട്ട വചനം നമുക്ക് മനസ്സിലായോ? ബർത്തിമായിനെ കുറിച്ചാണ് പറഞ്ഞത്, അല്ലേ? ബർത്തിമായിനെ കുറിച്ച് പറഞ്ഞു വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാമത്തെ അധ്യായം 46 മുതൽ 52 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. ഒന്ന്, അവൻ വിശ്വസിച്ചു, അല്ലേ? വിശ്വസിച്ചു, അല്ലേ? അതുകൊണ്ടാണ് അവന്റെ വിശ്വാസമാണ് അവന് കാഴ്ച കിട്ടാൻ കാരണമായി തീർന്നത്. 2, പാതയെയും പാതയോരത്തെയും ബന്ധിപ്പിച്ചു. യേശു ക്രിസ്തുവിന്റെ ജീവിതം സമർപ്പിക്കപ്പെട്ടത് കൊണ്ടാണ് മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയൊക്കെ കർത്താവ് ചേർത്ത് നിർത്തിയത്, അവന്റെ നിലവിളി കേട്ടത്. 3, അറിവും തിരിച്ചറിവും, അല്ലേ? അറിവുണ്ടായാൽ പോരാ, നമുക്ക് എന്തുണ്ടാവണം? തിരിച്ചറിവുണ്ടാകണം. 4, വിശ്വാസം പ്രാർത്ഥനയായിട്ട് ഉയരണം, അല്ലേ? നമ്മുടെ വിശ്വാസം പ്രാർത്ഥനയായിട്ട് ഉയരുമ്പോൾ ദൈവത്തിന് അനുഗ്രഹം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പല പ്രതിസന്ധികൾ ഉണ്ടാകാം, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, പെട്ടെന്ന് കിട്ടണമെന്നില്ല. അപ്പോൾ അവിടെ നമ്മൾ നിരാശപ്പെട്ടു പോകരുത്, നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. അങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ, നിലവിളിക്കുമ്പോൾ കർത്താവ് പറയും, മോനെ വായോടാ എന്ന് പറയും. അപ്പോൾ നമ്മൾ നമ്മുടെ പുറംകുപ്പായം കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ചില പുറംകുപ്പായങ്ങൾ നമ്മൾ ദൂരെ എറിയണം. അപ്പോൾ കർത്താവ് ചോദിക്കും, മോനെ നിനക്ക് ഞാൻ എന്ത് ചെയ്തു തരണം? മോളെ എന്ത് ചെയ്തു തരണം? എനിക്ക് കാഴ്ച വേണം. അവന് കാഴ്ച കൊടുത്തു. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അങ്ങനെ അവൻ അതിനുശേഷം അനുഗമിച്ചു. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായിട്ടുള്ളവർക്കും മനസ്സിലാവാത്തവർക്കും ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞു നിർത്തുകയാണ്. ഒരിക്കൽ ഒരു അച്ഛൻ്റെ അടുത്ത് ഒരു കൊച്ചു മഞ്ച് കൊടുത്തു, മഞ്ച്. അപ്പൊ അച്ഛൻ പറഞ്ഞു, മോനെ വേണ്ട, ഷുഗറടാ, വേണ്ട. നിർബന്ധം സഹിക്കുക വയ്യാതെ അച്ഛൻ അത് വാങ്ങിച്ച് പോക്കലിലെടുത്ത് വിട്ടു. കൊച്ചു ഒടുക്കത്തെ കരച്ചില്. കൊച്ചു കരഞ്ഞ് ടീച്ചർ എടുത്തിട്ട് പോയി പറഞ്ഞു, എൻ്റെ പൊന്നു ടീച്ചർ, ഞാൻ ആ അച്ഛൻ്റെ കയ്യിൽ എടുത്ത മഞ്ചെടുത്ത് അച്ഛൻ പോക്കലിൽ എടുത്തിട്ടു എന്ന് പറഞ്ഞു. ടീച്ചർ ഒരു ചൂരലായിട്ട് വന്നു. ചൂരലായിട്ട് വന്നിട്ട് ചോദിച്ചു, അച്ഛൻ എന്തൊട്ട് പരിപാടി കാണിച്ചേ? ആ കൊച്ചിന് തിന്നാൻ കൊടുത്ത മഞ്ചെടുത്ത് പോക്കറ്റിൽ എടുത്തിട്ടൂല്ലേ? എൻ്റെ പൊന്നു ടീച്ചർ വേണ്ടാന്ന് പറഞ്ഞതാ, 100 വട്ടം പറഞ്ഞതാ. ആ കൊച്ചിന് നിർബന്ധം സഹിക്കുക വയ്യാതെ ഞാൻ പോക്കറ്റിൽ എടുത്തിട്ടതാ. അപ്പൊ കൊച്ച് എന്തിനാ കൊടുത്തേന്ന് അറിയാമോ? അതിന്റെ കവർ പൊളിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാ. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? കേൾപ്പാൻ ചെവിയുണ്ടെങ്കിൽ കേൾക്കുക, കേൾപ്പാൻ ചെവിയുണ്ടെങ്കിൽ കേൾക്കുക. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ ഈ നിമിഷത്തിനായി ദൈവത്തോട് നന്ദി പറയുന്നു. ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി ദൈവത്തോട് നന്ദി പറയുന്നു. കർത്താവെ, ശ്രവിച്ച കാര്യങ്ങൾ പാഴായി പോകാതെ 30, 60, 100 മേനി ഫലം കായ്ക്കുവാൻ തക്കവണ്ണം സഹായിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ചൈതന്യം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളിലൂടെ പോകുമ്പോൾ പരിശുദ്ധാത്മാവ് ഞങ്ങൾ പ്രവർത്തിക്കട്ടെ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കർത്താവിലേക്ക് നോക്കി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, പരിശുദ്ധ പിതാക്കന്മാരെ മധ്യസ്ഥ വഹിക്കണമേ. ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ ആമീൻ.